അപ്പൊ നമ്മുടെ ഫാമിലിക്ക് ഒരു മെമ്പറും കൂടി വരികയാണ് അല്ലേ? എന്താ പറയാനുള്ളത്? സന്തോഷം ഹാപ്പിനെസ് ഒറ്റ ലൈഫുള്ളൂ. അപ്പൊ അടിച്ചു പൊളിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് കാണാം ഗൈസ്. അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ തിരൂരിലുള്ള മാരുതി സുസുക്കിയുടെ ഷോറൂമിലാണ്. അത്യാവശ്യം അടിപൊളി ഷോറൂമാണ്, കാര്യങ്ങളൊക്കെ സെറ്റാണ് ഗൈസ്. ഒരാളിവിടെ കാപ്പി കുടിക്കുകയാണ്. കഴിഞ്ഞാ കോളിങ് കഴിഞ്ഞാ ഫീലുവാ നമ്മളെന്തിനാ നിക്കണേ? ഇങ്ങോട്ട് നോക്കി പറയും. ആർക്ക് പറയടാ? ആർക്ക്? എന്ത്? ഇന്നത്തെ കാർ എടുക്കുന്നത് എനിക്കല്ല, ഇത് സനിമോൾക്കുള്ള കാറാണ്. സനിമോളെ അപ്പൊ ഗൈസ് എനിക്കുള്ള കാറാണെന്നാണ് പറയണത്. ഇനി എനിക്കറിയില്ല. എനിക്കിവിടെ ഭയങ്കര ദേഷ്യത്തിലാണ് ഗൈസ്. പറഞ്ഞ ടൈമിൽ ഇവർ ഡെലിവറി ചെയ്യാത്തതിന്റെ വിഷമാണ്, ദേഷ്യവുമാണ് ഗൈസ് നിങ്ങളീ കാണുന്നത്. എവിടെ പോയാലും ഒരാൾക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ. ഒരു പറഞ്ഞ ടൈമിൽ ഡെലിവറി ചെയ്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിരിക്കാം. ഇപ്പൊ നിങ്ങളീ കാണുന്നത് വെറും ഷോ മാത്രമാണ് ഗൈസ്. ഇത് നമ്മളൊരു ഷോക്ക് വേണ്ടി എടുത്തതാണ്. ഇവിടെ ആളിവിടെ എത്തി. അരവിന്ദ് വന്നിക്കണ നിന്നറിയോ? നമ്മള് സോപ്പ് ഇടാൻ വേണ്ടിട്ട് കേക്ക് കൈ വന്നിക്ക. ഞാൻ പ്രഷറാ. അങ്ങനെ ഗൈസ് നമ്മുടെ കാറെത്തി. ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും പട്ടി ഷോ മാത്രമാണ് ഗൈസ്. ഗൈസ് അപ്പം നമ്മുടെ കാർ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയണം, ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയണം. ഗൈസ് എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല. ഇനി ഡ്രൈവിംഗ് പഠിച്ചിട്ട് വേണം എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ. ഇതൊക്കെ പിന്നെ നിങ്ങൾ കാണുന്നത് വെറും ഷോ, പട്ടി ഷോ. ഗൈസ് ഇതെൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ സിസ്റ്റർ, പിന്നെ എൻ്റെ ഹസ്ബൻഡ്. ഓക്കെ, അങ്ങനെ ഗൈസ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങോട്ട് എടുത്തു, സെറ്റാക്കി. ഗൈസ് ഈ വരുന്ന ബ്രോ ആണ് അരവിന്ദ് ബ്രോ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത ആളാണ്. നല്ല സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് കേക്ക് അടക്കം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗൈസ് അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം, എന്നിട്ട് ലൈസൻസ് എടുക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇതുവരെ കാർ ഓടിച്ചിട്ടില്ല. എനിക്ക് പേടിയാണ്, സത്യം പറഞ്ഞാൽ പേടിയാണ്. റോട്ടിലേക്ക് ഇറങ്ങാൻ പേടിയാണ്. ഞാൻ ഓടിച്ചിട്ടില്ല. ഞാൻ സ്കൂട്ടി ഓടിക്കും, പക്ഷെ എനിക്ക് കാർ അറിയില്ല. ഇനി അതിന് എനിക്ക് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇനി കാറിന് ചേർക്കണം, ഡ്രൈവിംഗ് പഠിപ്പിച്ച് ലൈസൻസ് എടുക്കണം എന്നുള്ളത്. ഇനി അത് ചെയ്തിട്ട് വേണം എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ ഗൈസ്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള വെറും ഷോ, പട്ടി ഷോ. ഓക്കെ, എന്തായാലും ആ ബ്രോ ഒക്കെ ഇതിനനുസരിച്ച് നല്ല സഹകരിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഗെയ്സ് അപ്പം നമ്മുടെ ഉപ്പയാണ് ഗെയ്സ് വണ്ടി ആദ്യമായി ഓടിക്കുന്നത്. ഗൈസ് എന്തായാലും നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ ഗൈസ്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണേ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ വണ്ടി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. എന്തായാലും ഞങ്ങളുടെ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. സത്യം പറയുമ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കാൻ കഴിയുമ്പോഴുള്ള ഓരോ സന്തോഷം അത്രേ ഉള്ളൂ. നമ്മുടെ വണ്ടി ആദ്യമായി ഓടിച്ചിരിക്കുന്നത് നമ്മളെ ഉപ്പയാണ് ഗൈസ്. ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ നമ്മുടെ വണ്ടി എടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചൊന്ന് ഉഷാറാവട്ടെ. ഓക്കെ,
പേടിച്ചിട്ടുണ്ട് കരയണെന്തിനാ എന്തിനു കരയണ് അതാ എന്തിനു കരയണ് എന്തിനു കരയണ് അതാ ഞങ്ങളുണ്ടാക്കിയ മതി അത് കരയണതിനാണ് വലിയ വർത്താനട്ടാ അന്ന് കല്യാണം കഴിക്കാനില്ല ഇപ്പൊ നമ്മുടെ ഫുഡ് എത്തി ഗായ്സ് അപ്പോൾ ഇന്നത്തെ എല്ലാതും കഴിഞ്ഞു സൽമോൾക്ക് കാർ എടുത്തു അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു ഇനി ഞങ്ങൾ പോയിട്ട് വരാം ബൈ ബൈ ഞങ്ങൾ വീട്ടിൽ പോട്ടെ ബൈ ഗൈസ്. ഇനി അവസാനമായിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ സനു ഷാലി വ്ളോഗ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫാമിലി എല്ലാവരും നമ്മുടെ കൂടെ എന്നും വേണം എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റ ബൈ. അപ്പോൾ അതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു.